കേരളത്തിലെ ഒരു കാർഷിക ഗ്രാമമായിട്ടുള്ള വട്ടവടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. രാവിലെ 5 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് മലഞ്ചെരിവുകളും താഴ്വാരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കൃഷിയും. ഇവിടുത്തെ കൃഷിയെപ്പറ്റി പറയാനാണെങ്കിൽ തട്ടായിട്ടാണ് ഇവിടുത്തെ കൃഷിയിടങ്ങൾ. അതേപോലെ വർഷം മുഴുവനും നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് വട്ടവടയിലേക്ക് സന്ദർശകരെ ആകർഷിക്കാനായിട്ടുള്ള പ്രധാന കാരണം. മൂന്നാറിൽ നിന്നും ഏതാണ്ട് 45 കിലോമീറ്റർ ദൂരത്തിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം. ആ വട്ടവട കാണണമെന്ന് കുറേ നാളുകളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 6000 അടി ഉയരത്തിലാണ് വട്ടവട എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കാടിനോട് ചേർന്ന് പല നിറത്തിൽ നല്ല രീതിയിലുള്ള കൃഷി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ യൂക്കാലിപ്സും പൈൻ മരങ്ങളും ഇവിടെ ധാരാളമായിട്ടുണ്ട്. അപൂർവങ്ങളായിട്ടുള്ള ചിത്രശലഭങ്ങളും വട്ടവട വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പോകുന്ന വഴി കാണുന്ന ഈ ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടേക്ക് വരുന്ന എല്ലാ സഞ്ചാരികളും ഇവിടെ വണ്ടി നിർത്തി ഈ ഡാം കണ്ടതിന് ശേഷമാണ് പോകാറുള്ളത്. ദേവികുളം പഞ്ചായത്തിൽ മാട്ടുപ്പെട്ടിയിൽ ചിത്തിരപുരം ഗ്രാമത്തിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴ ആറിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വൈദ്യുതോൽപാദനത്തിന് വേണ്ടി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതേപോലെ ഇത്തരത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് കൂടിയാണ് ഈ മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത്. അണക്കെട്ടിലെ ചെളി പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു വാൽവും സ്ഥാപിച്ചിട്ടുണ്ട്. 1950 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 1998 ഈ അണക്കെട്ടിന് താഴെയായിട്ട് 2 മെഗാവാട്ടിൻ്റെ ഒരു ടർബൈൻ ഉപയോഗിച്ചിട്ടുള്ള മാട്ടുപ്പെട്ടി പവർ സ്റ്റേഷൻ എന്ന ഒരു ചെറിയ പദ്ധതി കൂടി നിലവിൽ വന്നു. മൂന്നാറിൻ്റെ അടുത്ത പ്രദേശമായതുകൊണ്ട് എല്ലാ സഞ്ചാരികളും ഈ ഡാം കാണാനായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സ്പീഡ് ബോട്ടും നമുക്ക് ലഭ്യമാണ്. മാട്ടുപ്പെട്ടി ഡാം കണ്ട പോലെ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്നാണ് കുണ്ടള ആർച്ച് ഡാം എന്നത്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്നൊരു പ്രത്യേകത കൂടി ഈ ഡാമിനുണ്ട്. അതേപോലെ 1746 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അന്ന് ഈ ഡാമിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് അന്നത്തെ തമ്പുരാട്ടിയായിരുന്ന സേതുപാർവതി ഭായി ആയിരുന്നു. അതുകൊണ്ട് റാണിയുടെ ബഹുമാനാർത്ഥം ഈ ഡാമിനെ സേതുപാർവതിപുരം ഡാം എന്നും വിളിക്കാറുണ്ട്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് 1946 നിർമ്മിച്ച ഈ ഡാമിന് 259 മീറ്റർ നീളവും 47 മീറ്റർ ഉയരവുമുണ്ട്. മൊത്തം 2.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ അണക്കെട്ടിന് 5 സ്പിൽവേ ഷട്ടറുകളുമുണ്ട്. കുണ്ടള ഡാം വരുന്നതിന് മുൻപ് ഈ ഭാഗത്ത് ചെണ്ട് വരെ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മാർക്കറ്റും താമസ സൗകര്യങ്ങളുമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നീട് ഡാം വന്നപ്പോൾ അതെല്ലാം വെള്ളത്തിലായി എന്നുമാണ്. വട്ടവട പോകുന്ന വഴിക്ക് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാന ഒരു സ്ഥലമാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങളിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന ഒരു പ്രത്യേകത കൂടി പാമ്പാടുംചോലയ്ക്കുണ്ട്. ജന്തുശാസ്ത്രപരവും പരിസ്ഥിതിപരവുമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് 2003 ഈ വനമേഖലയെ സർക്കാർ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ചോലപ്പുൽമേട് വ്യവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രയിൽ കാണുന്ന ഓരോ കാഴ്ചയും ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷവും കാലാവസ്ഥയും ഇതൊക്കെ തന്നെയാണ് ഓരോ സഞ്ചാരിയെയും ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാനുള്ളതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇവിടുത്തെ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയിൽ കൃഷി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. കാരണം ക്യാരറ്റും ക്യാബേജും പിന്നെ ഫാഷൻ ഫ്രൂട്ടും സ്ട്രോബെറിയും ബീൻസും തുടങ്ങി ഒത്തിരി കൃഷിയിടങ്ങൾ, ഒരുപാട് പഴത്തോട്ടങ്ങൾ, അങ്ങനെ വട്ടവടയിലെ കൃഷി കാണേണ്ടത് തന്നെയാണ് ശരിക്കും. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഗ്രാമീണരായിട്ടുള്ള ആളുകളെ കാണാം. അവർ തലച്ചുമടായിട്ട് വിറകുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ചകൾ അതൊക്കെ നല്ല രസമാണ്. പിന്നെ വഴിയരികിൽ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്, സ്ട്രോബെറി ഫാമുകളുണ്ട്, പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, ക്യാരറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് വണ്ടി നിർത്തി നമുക്കത് വാങ്ങാൻ പറ്റും. അവരുടെ ആ ഫാം നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നല്ല സ്ട്രോബെറിയും നല്ല ഫ്രഷായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഫ്രഷായിട്ട് കിട്ടും. സ്ട്രോബെറി ജാമും സ്ട്രോബെറിയും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. നല്ല ഒരു രസമാണ്. സമയം ഏതാണ്ട് 1 മണിയായിട്ടുണ്ട്. പതുക്കെ വിശപ്പായിട്ടുണ്ട്. അപ്പം നമുക്ക് കോവിലൂർ സ്റ്റാൻഡിൽ ഇറങ്ങണം. അവിടെ നിന്ന് വേണം നമുക്ക് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് നടക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വട്ടവട വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ
ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.